സ്ഥലത്താ ഇന്നും ആദ്യം പോയി നോക്കിയത്. പിന്നെ ഇങ്ങോട്ട് വന്നത്. ആ ഇങ്ങോട്ട് വരാം. ഇരിക്കാം. ഇപ്പൊ വരാം. ചായ കുടിക്ക. രാത്രിയിൽ വരുന്നു കരുതി ഞാൻ ഉറങ്ങാതെയിരുന്നു. വൈകിയല്ലേ? ആ, ഏതായാലും പറഞ്ഞ കാര്യം നിങ്ങൾ സ്റ്റൈലായിട്ട് ചെയ്തു. ദാ ഞാൻ പറഞ്ഞ തുക. താങ്ക്സ്. ഒന്ന് എണ്ണി നോക്കിക്കോ. ഇത് 1 രൂപയുണ്ട്. നേരത്തെ തന്നതും കൂട്ടി ഇപ്പോ 1.5 ലക്ഷം. ശരിയാണല്ലോ? ആ. ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഇൻ കേസ് അവന്റെ ബോഡി പൊങ്ങിയാൽ, ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിഞ്ഞാൽ, അവന്റെ അളിയനറിയാം ഞാനായിരിക്കും കൊല്ലിച്ചതെന്ന്. അവനെയും കൂടി തട്ടാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിൽ സംഗതി പുറത്തു വരുന്ന പ്രശ്നമില്ല. ഇപ്പോഴാണേൽ ആരും ഒന്നും കരുതാതിരിക്കുന്ന സമയമാ. അവൻ ചത്ത കാര്യം നമുക്കൊക്കെ അറിയാവും. അതെ. ഇത് 50,000 ഉണ്ട്. അഡ്വാൻസ് ആയിട്ട് പിടിച്ചോ. ഫുൾ പ്രൂഫ് ആയിട്ട് സംഗതി നടന്നാൽ ഇത്തവണ തരുന്നത് 2 ലക്ഷമായിരിക്കും. 2 lakhs. നമുക്ക് എവിടെ വേണേ പോവാം. ഈ നശിച്ച സിറ്റിന്ന് എങ്ങോട്ടെങ്കിലും, ഈ വേൾഡിന്റെ ഏത് കോണിൽ വേണേ പോവാം. വി ഗോട്ട് മണി. ഞാൻ തപസ്സിരുന്ന എത്രയും കാശുണ്ടാവത്തില്ല. ഇറ്റ് ഈസ് ലാക്സ്. എന്ത് വേണേ തുടങ്ങാനുള്ള എമൗണ്ട് ഉണ്ട്. സോളിഡ് മണി. ഒച്ചയക്കാതെ നോക്ക. എനിക്ക് രൂപ വേണ്ട. നമുക്ക് എവിടെ വേണേലും പോവാം, എവിടെ വേണേലും. പക്ഷേ അതിന് ഈ കാശ് വേണ്ട.
ഇത് നമ്മൾ ഉണ്ടാക്കിയ പണമല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് നമുക്കുള്ളതല്ല. ഒന്നുകിൽ ഈ കാശ് തിരിച്ചു കൊടുക്കണം. അത് നടക്കത്തില്ല. ഇത്രയും കാലം എന്നെ ഇട്ട് ഇഞ്ച ചതക്കുന്നത് പോലെ ചതച്ചതിന് ദൈവം എനിക്ക് തന്നത്. ഇറ്റ് ഈസ് മൈ റിവാർഡ്. ആര് പറഞ്ഞു? കൊടുക്കണ്ട കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നേരെ വീട്ടിൽ കൊണ്ടുപോയി അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്ക്. സിന്ധുവിന്റെ കല്യാണം നിർത്താൻ പറ. അതാണല്ലോ ഒരു ഭാരം. അത് ഇറക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്ക്. ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ വേണേ പോവാം. താങ്ക് യു. ഞാനത് ഓർത്തില്ല. ഈ എക്സൈറ്റ്മെന്റില് ഞാനൊന്നും ഓർത്തില്ല. ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പോവാം. എന്നിട്ട് അച്ഛനെ ഏൽപ്പിച്ച് നാളെ തിരിച്ചു വരാം. നാളെ കാണാം. താങ്ക് യു അണ്ണേ. ഇത്രയും കാലം എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പോ ഇതിനായിരുന്നു എന്നെ ഇത്രയായിട്ട് കഷ്ടപ്പെടുത്തിയെന്ന് അറിഞ്ഞില്ല. താങ്ക് യു. സാർ, സാറിന് ഫോൺ. സാറിനൊരു ഫോൺ. ആരാ? ആ, വിശ്വനാഥൻ ഹിയർ. വിശ്വനാഥനാണോ? അതെ. അതെ, ആ കാശ് എനിക്കുള്ളതാണല്ലോ. അതെന്തിനാ വാങ്ങിച്ചേ? ഏതായാലും നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇപ്പൊ തൽക്കാലം ഇത്രയും സ്മാർട്ടായ മതി. ഞാൻ എന്റെ 2 ആളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ആ ബാഗ് അവരുടെ കൈ കൊടുത്തേക്കണം. പറയുന്ന പോലെയൊക്കെ ചെയ്താൽ ഒരു ഷെയർ ഞാൻ പിന്നെ എത്തിക്കാം. അതൊക്കെ പള്ളി പറഞ്ഞാ മതി. കേട്ടല്ലോ? അതെ, അങ്ങ് പരിമല പള്ളി ചെന്ന് പറഞ്ഞാ മതി. അതെന്താ? എന്താന്നോ? എടാ റാസ്കൽ, നീ കാരണം എന്റെ ലൈഫ് ഇന്നിപ്പോ തെരുവില. അറിയാമോ? എന്റെ പെങ്ങൾക്ക് കല്യാണം നടക്കുകയില്ല, എനിക്കൊരു തൊഴിൽ കിട്ടുകയില്ല, സ്വൈര്യമായിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. എപ്പോ വേണേലും ആർക്ക് വേണേലും കൊത്തിപ്പറിക്കാവുന്ന ഒരു ഐഡന്റിറ്റി. ഹലോ ഹലോ